Hi students, ഇന്ന് നമുക്ക് ക്ലാസ് 10 മാത്സ് ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് ബ്രീഫ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ ആ നമ്പേഴ്സിനൊക്കെ റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഹയർ ക്ലാസ്സസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഓഫ് നമ്പർ പഠിക്കാൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യം അറിയുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അതായത് 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോവും കൂടി ആഡ് ചെയ്താൽ നമ്മൾ അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. അതായത് 0, 1, 2, 3 എക്സെട്ര ഈ നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും നമ്പേഴ്സ് ആണ് ഇൻറ്റീജേഴ്സ്. അതിന്റെ കൂടെ സീറോവും കൂടി ഉണ്ടാവും. അപ്പൊ സീറോവും ഇൻറ്റീജർ ആണ്. 0 ഇസ് എ ഹോൾ നമ്പർ 2. -3, -2, -1, 0, 1, 2, 3 എക്സെട്ര ഇതെല്ലാം ഇൻറ്റീജേഴ്സിൽ പെടും. ഇനിയിപ്പോ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ് ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ റാഷണൽ നമ്പേഴ്സ്? എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് എന്താ റാഷണൽ നമ്പേഴ്സ് എന്ന് നോക്കാം. റാഷണൽ നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ p/q ഫോം വേർ p and q ആർ ഇന്റീജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. അതായത് ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുമോ ആ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഈ p/q ഫോം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഫോം ആണ്. പിന്നെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഈ pയും qവും ഇന്റീജേഴ്സ് ആയിരിക്കണം ആൻഡ് q 0വും ആവരുത്. അതായത് എനി നമ്പർ ബൈ 0 ഇസ് അൺഡിഫൈൻഡ്. സോ അതും ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഇതിനെയൊക്കെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 3 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ നമുക്ക് എടുക്കാം. അപ്പൊ 3നെ നമുക്ക് 3/1 എന്ന് എഴുതാൻ പറ്റും. p/qല് pന്റെ പ്ലേസിലുള്ളത് 3 ആണ്. അതേപോലെ ക്യൂവിന്റെ പ്ലേസിൽ ഇവിടെ 1 ആണുള്ളത്. ഇത് രണ്ടും ഇന്റീജേഴ്സ് അല്ലേ? 3യും ഇന്റീജർ ആണ്, 1ഉം ഇന്റീജർ ആണ്. ഏത് പോസിറ്റീവ് നമ്പേഴ്സും നമുക്ക് ഇന്റീജേഴ്സ് എന്ന് പറയാം. 3 എന്ന് പറയുന്നത് നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെ q നോട്ട് ഈക്വൽ ടു 0 ഇവിടെ 1 ആണുള്ളത്. q ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ആ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ യു ക്യാൻ സേ നാച്ചുറൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. ഇനിയിപ്പം ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. 3നെ നമുക്ക് 21/7 എന്നും എഴുതാൻ പറ്റും. 21/7 എന്ന് പറഞ്ഞാൽ എന്താ? 7 × 3 is 21. സോ ഇറ്റ് ഇസ് 3. 3നെ നമുക്ക് 21/7 എന്നും എഴുതാൻ പറ്റും. 24/8 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ 3 ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ p/q ഫോം. അതുകൊണ്ടാണ് 3നെ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്, അതിന്റെ കൂടെ 0വും ഉണ്ട്. അപ്പോൾ 0നെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 0 ക്യാൻ ബി റിട്ടൺ ആസ് 0/1 or 0/2 or 0 any നെഗറ്റീവ് നമ്പർ. എന്ത് എടുത്തു കഴിഞ്ഞാലും അത് p/q ഫോമിലാണ്. അതായത് pയും qവും ഇന്റീജേഴ്സിലുണ്ട്, 0വും 1ഉം ഇന്റീജേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ 0 is also a റാഷണൽ നമ്പർ. ഇനി ഇന്റീജേഴ്സ് എടുത്തു നോക്കൂ. ഇന്റീജേഴ്സിൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സും 0വും പിന്നെ നെഗറ്റീവ് നമ്പേഴ്സുമാണ് ഉള്ളത്. അപ്പൊ ഏതൊരു നെഗറ്റീവ് നമ്പറിനെയും നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റും. -3 can be written as -3/1 or -21/7. All these are in the form p/q where p and q are integers. അപ്പോൾ ഈ 3 ടൈപ്പ് നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി വേറെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതായത് ഈ ഫ്രാക്ഷൻസ് ലൈക്ക് 1/2, 8/3 ഇതെല്ലാം എന്താ? റാഷണൽ നമ്പേഴ്സ് ആണ്. കാരണം ഇതെല്ലാം p/q ഫോമിലാണ് ഉള്ളത്. പിന്നെ pയും qവും ഇന്റീജേഴ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ് എല്ലാം റാഷണൽ നമ്പേഴ്സിൽ പെടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ റാഷണൽ നമ്പേഴ്സ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് √2, √3, π ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ √2 എന്ന് പറയുന്ന നമ്പർ √2/1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് p/q എന്ന് ചിന്തിക്കാം. പക്ഷെ ഇവിടെ pന്റെ പ്ലേസിൽ ഇന്റീജർ അല്ല. √2 ഈസ് നോട്ട് എമംഗ് ദി ഇന്റീജർ. √2നെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ കഴിയില്ല എന്ന് പറയാം. ബിക്കോസ് pയും qവും ഇന്റീജർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല.
അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് p/q ഫോമിൽ എഴുതാൻ കഴിയാതെ പോകുന്നുവോ ആ നമ്പേഴ്സ് ഒക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അത് ലോങ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡെസിമൽസ്. ഈ റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എപ്പോഴും ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. അതായത് ഇപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്ത് ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് 1.5, 1.35 ഇങ്ങനെ ടെർമിനേറ്റ് മീൻസ് സ്റ്റോപ്പ് ചെയ്യും. ഡെസിമൽ കഴിഞ്ഞിട്ട് ആ നമ്പർ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ നമ്പേഴ്സ് ആണ് ഡെസിമൽ എക്സ്പാൻഷനിൽ നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ 1.6 ബാർ, 1.36 ബാർ ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് ഈ 1.666, 1.363636 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റ് ആവുന്ന ഡെസിമൽ എക്സ്പാൻഷൻസ് ആണ് റാഷണൽ നമ്പേഴ്സിന് കിട്ടുക. ഇനി ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ അതെപ്പോഴും 1.414326 ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗും ആയിരിക്കും. പിന്നെ ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, ഒരിക്കലും റിപ്പീറ്റിംഗ് ആയിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷനിൽ ഫുള്ള് ഇതിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് വരാം. അതായത് റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എപ്പോഴും നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ എന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടേം റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം റിയൽ നമ്പേഴ്സിൽ പെടുന്ന നമ്പേഴ്സ് ആണ് ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. അപ്പോ നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ആ നമ്പേഴ്സിനൊക്കെ റിയൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സുമാണ് റിയൽ നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പൊ ഈ നമ്പേഴ്സിനൊക്കെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ജസ്റ്റ് നോക്കാം. റാഷണൽ നമ്പേഴ്സ് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ് ഇതിനെയൊക്കെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ളത് ഫ്രാക്ഷൻസ് ആണ്. ഇപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0നും 1നും ഇടയിലുള്ള പോയിന്റ് ആണ്. ദാറ്റ് ഇസ് 0.5, ദാറ്റ് ഇസ് 1/2. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 9th ഗ്രേഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. മീൻസ് റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് √2ന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ √2 ഇസ് 1.414 എക്സെട്ര. ദാറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഒരു നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ 1.414 ആയിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇവിടെ ആയിട്ട് വരും √2. അപ്പൊ ഇങ്ങനെ ഇറാഷണൽ നമ്പേഴ്സിനെയും നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇതാണ് റിയൽ നമ്പേഴ്സ്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. പക്ഷേ നിങ്ങളെ ഈ പ്രാവശ്യത്തെ സിലബസിൽ നിന്നും യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ റിമൂവ് ചെയ്തിട്ടുണ്ട്. മെയിൻലി അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണെന്ന് നോക്കാം. Every composite number can be expressed as the product of its primes, and this factorization is unique apart from the order in which the prime factor occurs. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ എടുത്താലും നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫാക്ടറൈസേഷൻ യുണീക്കാണ്. അതായത് ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ആണോ ഉള്ളത് ആ പ്രൈം ഫാക്ടേഴ്സ് മാത്രമേ അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതായത് ഏത് ഓർഡറിൽ നമുക്ക് അതിന്റെ പ്രൈം ഫാക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ എന്ന് നോക്കാം. എ കോമ്പോസിറ്റ് നമ്പർ ഇസ് എ നമ്പർ ദാറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പൊ ഒരു നമ്പറിന് 3ഓ 3ൽ കൂടുതലോ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അപ്പൊ ഇവിടെ 4 ആണ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ 4ന്റെ ഫാക്ടേഴ്സ് നോക്കാം. 4നെ നമുക്ക്
2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 ഇസ് എ ഫാക്ടർ ഓഫ് 4. പിന്നെ 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 1 ഇസ് എ ഫാക്ടർ ഓഫ് 4. ഇനി 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 4 ഇസ് എ ഫാക്ടർ ഓഫ് 4. അപ്പൊ 4, 1 and 2 are the 3 factors of 4. It has 3 factors. അപ്പൊ 3 factors അല്ലെങ്കിൽ 3ൽ കൂടുതൽ factors ഉണ്ടെങ്കിൽ അതിനെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അപ്പൊ ഇവിടെ 4 is a കോമ്പോസിറ്റ് നമ്പർ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് 12ന്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ 12നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 12 is a ഫാക്ടർ. ഇനി 1 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം. സോ 1 is a ഫാക്ടർ ഓഫ് 12. പിന്നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 6 is a ഫാക്ടർ ഓഫ് 12. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 3 is a ഫാക്ടർ ഓഫ് 12. ഇനി ഇതേപോലെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 4 is a ഫാക്ടർ ഓഫ് 12. 2 is also a factor of 12. So here more than 3 factors 12-നുണ്ട്. അതുകൊണ്ട് 12നെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ഇങ്ങനെ 3-ൽ കൂടുതലോ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. എ പ്രൈം നമ്പർ ഇസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ക്യാൻ ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. ഇറ്റ്സ് ഫാക്ടേഴ്സ് ആർ 1 ആൻഡ് ഇറ്റ്സെൽഫ്. 1 എന്ന നമ്പറും പിന്നെ ഏത് നമ്പറാണോ ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പർ. അതായത് ഇവിടെ ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ 2ഉം 1ഉം മാത്രമാണ് 2ന്റെ ഫാക്ടേഴ്സ്. 3 എടുത്തു കഴിഞ്ഞാൽ 3ഉം 1ഉം മാത്രമാണ് 3ന്റെ ഫാക്ടേഴ്സ്. 17 എടുത്തു കഴിഞ്ഞാൽ 17ഉം 1ഉം മാത്രമാണ് ഇതിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 is the smallest prime number. 1 is neither prime nor composite because 1ന് 1 മാത്രമേ അതിന്റെ പോസിറ്റീവ് ഫാക്ടർ ആയിട്ട് ഉള്ളൂ. സോ ഇതാണ് കോമ്പോസിറ്റ് നമ്പറും പ്രൈം നമ്പറും. ഇനി നമ്മൾക്ക് ഇവിടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ പറയുന്നത് എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം. സോ ഇങ്ങനെ ഒരു വലിയൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈംസ് 2 cube into 3 square into 5 into 7 into 13. ഇത് ഏത് ഓർഡറിൽ എടുത്ത് ഇപ്പൊ ആദ്യം 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ സെയിം ഫാക്ടേഴ്സ് തന്നെയാണ് ഇവിടെ കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞത് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. അതായത് ഈ സെയിം പ്രൈം ഫാക്ടേഴ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ 13നെ കൊണ്ടാ ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിനെങ്കിലും നമുക്ക് കിട്ടുന്ന ഫാക്ടേഴ്സ് ഈ പ്രൈം ഫാക്ടേഴ്സ് മാത്രമായിരിക്കും. സോ ദിസ് ഫാക്ടറൈസേഷൻ ഇസ് യുണീക്ക്. ഇനി ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ചിട്ട് HCFഉം LCMഉം കണ്ടുപിടിക്കാൻ പറ്റും. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് യൂസ് ചെയ്തിട്ട് HCFഉം LCMഉം കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്താണ് ഈ HCF ആൻഡ് LCM എന്ന് നോക്കാം. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. 8 and 24 ഈ രണ്ട് നമ്പറിന്റെയും HCF കണ്ടുപിടിക്കണം. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. സോ ഈ രണ്ട് നമ്പേഴ്സിലും പോകുന്ന നമ്പറാണ് 2. സോ 4 into 2 is equal to 8 and 12 into 2 is equal to 24. ഇനി ഈ രണ്ട് നമ്പറിലും 2 ആണ് പോകുന്നത്. സോ 2 and 6 ഈ രണ്ട് നമ്പറിലും പോകുന്ന ഫാക്ടർ അഗെയിൻ 2 ആണ്. സോ 2, 1 and 3. ഇനി ഈ 1 and 3ൽ 1 മാത്രമേ പോവുകയുള്ളൂ, വേറെ ഒരു ഫാക്ടറും പോവില്ല. സോ വി ക്യാൻ റൈറ്റ് 1 and 3. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into 2 into 1 is equal to 8. സോ ഇവിടെ 8 is the ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് 8 ആണ് ഈ രണ്ട് നമ്പറിലും പോകുന്ന ഹയസ്റ്റ് ഫാക്ടർ. അതുകൊണ്ടാണ് ഈ 8നെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഹയസ്റ്റ് ഫാക്ടർ 8 ആണ്. സോ 8 is the ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 8ലും 24ലും പോകുന്ന ഹയസ്റ്റ് ഫാക്ടർ 8 ആണ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഉള്ളത് LCM ആണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 8ന്റെയും 24ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് 8, 16, 24. 24ന്റെ മൾട്ടിപ്പിളിൽ വരുന്നതാണ് 24. നെക്സ്റ്റ് പോകുന്നതിന് മുമ്പിൽ തന്നെ നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കിട്ടി. കാരണം 24 ആണ് LCM. ഈ രണ്ട് നമ്പറിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 24 ആണ്. ദാറ്റ് ഈസ് ദ, അതായത്
ഏത് രണ്ട് നമ്പർ ആണുള്ളത് അതിന്റെ മൾട്ടിപ്പിൾസ് എഴുതി കഴിഞ്ഞാൽ ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ് അതിന്റെ LCM. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഫൈൻഡ് ദി HCF ആൻഡ് LCM ഓഫ് 6 and 20. സോ ആദ്യം തന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് എറിത്മെറ്റിക് യൂസ് ചെയ്യുമ്പോൾ 6നെ ഫാക്ടറൈസ് ചെയ്യുക. സോ 6നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2 and 3. തിയറം ഓഫ് എറിത്മെറ്റിക്കിൽ പറയുന്നുണ്ട് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടെ 2 into 3. ഇനി അതേപോലെ 20നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2 square into 5. ഇനി ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് HCF കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ടിന്റെ പ്രൈം ഫാക്ടേഴ്സിലും കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടറിന്റെ ലീസ്റ്റ് പവർ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റും ചെയ്യണം. സോ പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പർ. സോ ആദ്യം നോക്കേണ്ടത് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. അതിനുശേഷം അതിന്റെ ലീസ്റ്റ് പവർ എടുക്കുന്നത്. സോ ലീസ്റ്റ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ 2 into 2 എന്നാണ്. സോ 2 into 2 എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ആകെ ഒരു 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ ലീസ്റ്റ് പവർ എടുക്കുന്നത്. സോ HCF ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. ഇനി LCM കണ്ടുപിടിക്കുമ്പോൾ എല്ലാ പ്രൈം ഫാക്ടേഴ്സും എഴുതിയതിനു ശേഷം എല്ലാ പ്രൈം ഫാക്ടേഴ്സിന്റെയും ഹയസ്റ്റ് പവർ എടുത്തിട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. സോ ഹിയർ 2ഉം 3ഉം 5ഉം ആണ് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ്. സോ 2, 3 and 5ന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഹയസ്റ്റ് പവർ ആണ് എടുക്കേണ്ടത്. സോ ഹിയർ 2ന്റെ ഹയസ്റ്റ് പവർ 2 square ആണ്, 3ന്റെ ഹയസ്റ്റ് പവർ 3 raised to 1 ആണ്, 5ന്റെ ഹയസ്റ്റ് പവറും 5 raised to 1 ആണ്. സോ ആ 2 raised to 2, 3 raised to 1, 5 raised to 1 എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LCM കിട്ടും. സോ ഹിയർ LCM is 60. That is, LCM is the product of the greatest power of each prime factor involved in the numbers. ഇങ്ങനെയാണ് HCFും LCMും ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി HCF ആൻഡ് LCM ഓഫ് ദ ഫോളോയിങ് ഇന്റീജേഴ്സ് ബൈ അപ്ലൈങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ ഈ ലാസ്റ്റ് തേർഡ് എക്സാമ്പിൾ ഒന്ന് നോക്കാം. 8, 9 and 25. അപ്പൊ 8നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 into 2 into 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 cube into 1. 1 എല്ലാത്തിന്റെയും ഫാക്ടർ ആണ്. സോ ഹിയർ 2 cube into 1 എന്ന് എഴുതാം. ഇനി അതേപോലെ 9നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 3 square എന്ന് റെപ്രസെന്റ് ചെയ്യാം into 1. 25ന് 5 square into 1. ഇനി ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലുള്ള കോമൺ ഫാക്ടർ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 1 മാത്രമാണ് കോമൺ ഫാക്ടർ. സോ 1 is the HCF. ഇനി LCM എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സും എഴുതുക. അപ്പൊ 2, 3, 5 ആണ് ആൻഡ് 1 എഴുതിനെങ്കിൽ ഇല്ലെങ്കിലും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അധികവും 1 എഴുതാത്തത്. 2 into 3 into 5 എന്നിട്ട് അതിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പൊ സോ 2 cube into 3 square into 5 square. That is 8 into 9 into 25. 72 into 25. So 72 into 25 is equal to 1800 is the LCM. Now explain why 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. For composite numbers എന്ന് പറയുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 അല്ലെങ്കിൽ 3ന് കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ നമ്പറിനെ നമുക്ക് 7 into 11 into 13 plus 13 എന്ന നമ്പറിനെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഇവിടെ അഡീഷനുമാണ്. അപ്പോൾ 13 കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ യു ക്യാൻ ടേക്ക് 13 ഔട്ട്സൈഡ്. 13 എടുത്തു കഴിഞ്ഞാൽ 7 into 11 plus 1 എന്ന് കിട്ടും. 7 into 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 77. സോ 77 plus 1. 77 plus 1 is 78. സോ 13 into 78 എന്ന് പറയുന്നത് ഈ 78 നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 into 3 into 13 എന്ന് കിട്ടും. സോ ഇവിടെ ഇപ്പോൾ ഈ നമ്പർ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ 3 അല്ലെങ്കിൽ 3ൽ കൂടുതൽ ഫാക്ടേഴ്സ് കിട്ടുന്ന നമ്പറിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ നമ്പറിനെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഈ സെയിം കേസാണ് ഇവിടെയും. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കോമൺ എടുക്കാൻ പറ്റും. 5 എടുത്തു കഴിഞ്ഞ ശേഷം ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 into 1009 into 1 എന്ന് കിട്ടും. സോ ദിസ് നമ്പർ ക്യാൻ ബി റെപ്രസെന്റ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഇവിടെ 3 ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 3ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെയുള്ള ഈ 2 നമ്പേഴ്സിനും 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും.
ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. Next type of question is, given that HCF of 306 and 657 is equal to 9, find LCM of 306 and 657. ഇവിടെ ഇപ്പോൾ സെയിം നമ്പേഴ്സിന്റെ HCFഉം LCM ആണ് ചോദിച്ചിട്ടുള്ളത്. HCF തന്നിട്ടുണ്ട്, LCM കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ when two numbers are given and one of the things, that is HCF is given or LCM is given, you can write the product of the two numbers is equal to HCF into LCM. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ കേസിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക. രണ്ട് നമ്പേഴ്സിന്റെ HCFഉം LCM കണ്ടുപിടിക്കാൻ ഉള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ദ ടു നമ്പേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ് ദ HCF ആൻഡ് LCM, ദാറ്റ് ബോത്ത് വിൽ ബി ഈക്വൽ. അപ്പൊ ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 306ഉം 657ഉം. ഈ രണ്ട് നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ HCFഉം LCMഉം പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ആയിരിക്കും. സോ ഹിയർ HCF തന്നിട്ടുണ്ട് 9, സോ LCM കണ്ടുപിടിക്കണം. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ LCM കിട്ടും. സോ LCM is 306 into 657 by 9. സോ ഇവിടെ LCM is equal to ഈ രണ്ടിന്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ 9. സോ യു ക്യാൻ ടേക്ക് 9 ഡൗൺ. ഇവിടെ 657 can be divided by 9, 73 കിട്ടും. അപ്പോൾ സോ 306 into 73 ചെയ്ത് കഴിഞ്ഞാൽ you will get 22,338. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും HCF അല്ലെങ്കിൽ LCM തന്നിട്ടുണ്ടെങ്കിൽ you no need to do all the steps. That is product of two numbers is equal to HCF into LCM. Next question is, there is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? ഇവിടെ ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. അവിടെ രണ്ട് ആൾക്കാർ സോണിയയും രവിയുമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ രവി 12 മിനിറ്റ്സിലാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോണിയ 18 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എത്ര മിനിറ്റ് കഴിഞ്ഞാലാണ് അവര് സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക എന്നാണ്. രവി 12 മിനിറ്റ്സിൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് റൗണ്ട് 24 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് റൗണ്ട് 36 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യും. സോണിയ ഫസ്റ്റ് റൗണ്ട് 18 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് റൗണ്ട് 36 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം 36 മിനിറ്റ്സിലാണ് രണ്ടാളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ രവി ആൻഡ് സോണിയ വിൽ മീറ്റ് ടുഗദർ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആഫ്റ്റർ 36 മിനിറ്റ്സ്. അതായത് സോണിയ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് രവി മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സെയിം പോയിന്റിൽ രണ്ടാളും എത്തുന്നത്. സോ ഈ 36 എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ് ഈ 36. ദാറ്റ് ഈസ് ദ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 12ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 12, 2, 6, 2, 3, 3, 1. സോ 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. 18ന് 18, 2, 9, 3, 3, 3, 1. That is 18 can be written as the product of its prime. 2 into 3 square. So LCM is എല്ലാത്തിൻ്റെയും ഫാക്ടേഴ്സ് എഴുതുക. സോ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 2ഉം 3ഉം. അതിന്റെ ഗ്രേറ്റസ്റ്റ് പവർ എഴുതുക. അപ്പൊ ഇവിടെ 2 സ്ക്വയർ ആൻഡ് ഇവിടെ ഗ്രേറ്റസ്റ്റ് പവർ ഇസ് 3 square. So 2 square is 4. 4 into 3 square is 9. 9 into 4 is 36. So the LCM is 36 based on the fundamental theorem of arithmetic. Alternative method യൂസ് ചെയ്തിട്ടും LCM കണ്ടുപിടിക്കാം. പക്ഷേ ഫണ്ടമെന്റൽ തിയറം ഓഫ് arithmetic യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. Next question is, check whether 6 raised to n can end with the digit 0 for any natural number n. So here ഈ 6 raised to n എന്ന് പറയുന്ന നമ്പർ 0 എന്ന ഡിജിറ്റിൽ എൻഡ് ചെയ്യുമോ എന്നാണ് ചോദ്യം. അപ്പൊ 0 എന്ന് പറയുന്ന ഡിജിറ്റിൽ എൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 2ഉം 5ഉം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഏതൊരു 0ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെയും പ്രൈം ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2ഉം 5ഉം ഉണ്ടാവും. ഹിയർ എക്സാമ്പിൾ 10 എടുത്തു കഴിഞ്ഞാൽ
2ഉം 5ഉം അതിന്റെ പ്രൈം ഫാക്ടേഴ്സിലുണ്ട്. പിന്നെ 90 എടുത്തു കഴിഞ്ഞാലും 2ഉം 5ഉം അതിന്റെ പ്രൈം ഫാക്ടേഴ്സിലുണ്ട്. 0യിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫാക്ടേഴ്സിൽ 2ഉം 5ഉം ഉണ്ടാവും. അപ്പൊ ഇവിടെ 6 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സിൽ 2 ഉണ്ട്, പക്ഷെ 5 ഇല്ല. അപ്പൊ അതുകൊണ്ട് യു ക്യാൻ സേ 6n can never end with the digit 0. ഏതെങ്കിലും നമ്പർ ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സിൽ 2ഉം 5ഉം ഉണ്ടായിരിക്കണം. അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ടോപ്പിക് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിന് ബേസിക്കലി റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സുമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സും ആവണം, q നോട്ട് ഈക്വൽ ടു 0ഉം ആയിരിക്കണം. അപ്പൊ ഈ എക്സാമ്പിൾ ആയിട്ട് 5/3ഉം 5/2ഉം എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും റാഷണൽ നമ്പേഴ്സ് ആണ്. ബിക്കോസ് രണ്ടും p/q ഫോമിലാണുള്ളത്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആണ്, q നോട്ട് ഈക്വൽ ടു 0ഉം ആണ്. സോ ഇത് രണ്ടിന്റെയും ഡെസിമൽ എക്സ്പാൻഷൻ ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 5/3 ഡെസിമൽ എക്സ്പാൻഷൻ 1.6 ബാർ ആയിട്ടാണ് കിട്ടുന്നത്. 5/2ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ 2.5 ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് എപ്പോഴും ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ആയിരിക്കും. ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് നമ്പർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷം നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നോൺ ടെർമിനേറ്റിംഗ്, കാരണം ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയും. റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റിക്കറിംഗ് എന്നും പറയും. നെക്സ്റ്റ് ഉള്ളത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എപ്പോഴും നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റിക്കറിംഗ് ആയിരിക്കും. അതായത് ഡെസിമലിന് ശേഷം ദ നമ്പേഴ്സ് വിൽ ബി ഡിഫറെന്റ് ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെയുള്ള നമ്പേഴ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും, ഒരിക്കലും റിപ്പീറ്റിംഗ് ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻ മാത്രമാണ് നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിന് കിട്ടുന്നത്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് p/q ഫോമിൽ എഴുതാൻ കഴിയാതെ വരുന്നുവോ ആ നമ്പേഴ്സ് ഒക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് നോക്കാം. Let p be a prime number if p divides a square, then p divides a, where a is a positive integer. ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് a6 ആണ് എടുത്തിരിക്കുന്നത്. സോ a² is 36. ഇനി ഒരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 2, 3, 5 ഇങ്ങനെ വരുന്ന പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഫ് ദ പ്രൈം നമ്പർ ഡിവൈഡ്സ് a², ദ സെയിം പ്രൈം നമ്പർ വിൽ ഡിവൈഡ് a. ആദ്യം a എന്ന് പറയുന്ന പോസിറ്റീവ് ഇന്റീജറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ്. ഹിയർ p1, p2 etc. up to pn ആർ ദ പ്രൈംസ്. ഇനി a² ചെയ്യുക. a² ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഈ സെയിം p1, p2 etc. up to pn ഒന്നും കൂടി. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് p1 into p1, p2 into p2 etc. up to pn into pn. ദാറ്റ് ഈസ് p1², p2² etc. up to pn². ഇനി ഇവിടെ തന്നിട്ടുണ്ട് ഇഫ് p ഡിവൈഡ്സ് a². p ഡിവൈഡ്സ് a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p ഇസ് എ പ്രൈം ഫാക്ടർ ഓഫ് a². അതായത് a² എന്ന് പറയുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറിൽ p ഉണ്ട്. ഇനി നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വരുന്ന പ്രൈം ഫാക്ടേഴ്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. അതായത് ആ പ്രൈം ഫാക്ടേഴ്സ് മാത്രമേ ഏത് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഹിയർ a²ന്റെ പ്രൈം ഫാക്ടർ ആണ് p എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? p1, p2 etc. up to pn. അപ്പൊ നമുക്ക് പറയാം p is 1 among p1, p2 etc. up to pn എന്ന്. അതായത് ഈ p1, p2 etc. up to pn തന്നെയാണ് ഈ p എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ ഉള്ളത്. സോ ഇവിടെ തന്നിട്ടുണ്ട് a equal to p1, p2 etc. up to pn. അപ്പൊ യുണീക്നെസ് പാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം p എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ ഇതിൽ ഏതോ ഒരു പ്രൈം ഫാക്ടർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് a is equal to p1, p2 etc. up to pn, p divides a. അതായത് p is a prime factor of a. അപ്പൊ p a² പ്രൈം ഫാക്ടർ ആണെങ്കിൽ p will also be a prime factor of a. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് if p divides a² then p divides a. അപ്പൊ ഈ തിയറമാണ് നമ്മൾ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പറിനെ ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. പ്രൂവ് ദാറ്റ് √5 is irrational. ഇവിടെ √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. അതായത് നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എസ്യൂം ചെയ്യും. സോ ഹിയർ √5 ഈസ് ഇറാഷണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ √5 റാഷണൽ ആണെന്ന് എസ്യൂം ചെയ്യും. ആ എസ്യൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് ആൻസറിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എസ്യൂം ചെയ്തത് റോങ് ആണെന്ന്. കോൺട്രഡിക്ടറി ആയിട്ടാണ് നമ്മളുടെ ആൻസർ വരാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രൂഫിനെ പറയും പ്രൂഫ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് √5 is irrational. So let's assume that √5 is rational. അപ്പൊ √5 റാഷണൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q. അതുകൊണ്ട് √5 = p/q where q not equal to 0 എന്ന് എഴുതാം. ഇനി ഈ p/q എന്ന് പറയുന്നതിൽ pക്കും qക്കും മോർ ദാൻ 1 കോമൺ ഫാക്ടർ ഉണ്ടാവാം. ഏതൊരു റാഷണൽ നമ്പറിനും ഒന്നിൽ കൂടുതൽ കോമൺ ഫാക്ടർ ഉണ്ടാവാം. ഇവിടെ ഒരു റാഷണൽ നമ്പർ 10/8 എടുത്തു നോക്കുക. സോ 10 എന്ന റാഷണൽ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം 10ഉം 2ഉം 5ഉം ആണുള്ളത്. അതായത് 4 ഫാക്ടേഴ്സ്. ഇനി ഈ 8 എന്ന് പറയുന്ന നമ്പറിന് 1ഉം 8ഉം 2ഉം 4ഉം ആണുള്ളത്. അതായത് 4 ഫാക്ടേഴ്സ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ 2 കോമൺ ആയിട്ട് രണ്ടിലും വരുന്നുണ്ട് ഫാക്ടറായിട്ട്. 2 കോമൺ ആയിട്ടുണ്ട്. സോ ഈ p/q എന്ന് പറയുന്ന നമ്പറിനെ ഈ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10/2 is 5 and 8/2 is 4. 5/4 എന്ന് കിട്ടും. ഈ 5/4ന്റെ കോമൺ ഫാക്ടർ ആയിട്ട് 1 ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ √5നെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു. p/q എന്ന ഫോമിൽ അതിനെ എഴുതി. അപ്പൊ p/qക്ക് ചിലപ്പോൾ കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കാം. സോ ആദ്യം നമ്മൾ ആ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കോപ്രൈം ആക്കുക. ഈ p/qനെ കോപ്രൈം നമ്പേഴ്സ് ആക്കുക. സോ ഹിയർ √5 = a/b. അപ്പൊ ഇവിടെ എയും ബിയും കോപ്രൈം നമ്പേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ b √5 = a എന്ന് കിട്ടും. ഈ b √5 a എന്ന് കിട്ടിയതിന് ശേഷം രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സോ വെൻ യു സ്ക്വയർ യു ഗെറ്റ് √5² is 5, b² = a². ഈ സ്റ്റെപ്പ് കിട്ടിയതിന് ശേഷം നോക്കിയാൽ നമുക്കറിയാം 5 divides a². ഹിയർ 5 താഴെ വന്നു കഴിഞ്ഞാൽ 5 divides a². അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറത്തില് ഇഫ് എ പ്രൈം നമ്പർ ഡിവൈഡ്സ് a² then the same prime number divides a. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് 5 divides a. ഇനി ഈ 5 divides a എന്ന് എഴുതിയതിന് ശേഷം യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ പറയുന്നുണ്ട് ഡിവിഡൻഡ് is equal to divisor into quotient plus remainder. സോ ഇപ്പൊ ഒരു നമ്പർ വേറൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഹിയർ +0 ആണ് റിമൈൻഡർ. a = 5. 5 എന്ന് പറയുന്ന ഡിവൈസർ ആണ്, a എന്ന് പറയുന്ന ആ നമ്പർ. സോ ഈ 5 a ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് a = 5c + 0 എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് റിമൈൻഡർ വിൽ ബി 0 ആൻഡ് c is some integer. That is the quotient. So a = 5c എന്ന് എഴുതാൻ പറ്റും. ഇനി a = 5c എഴുതിയതിന് ശേഷം ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഈ 5cനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5b² = a². ഈ a ന്റെ വാല്യൂ 5c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5b² = 5c². സോ ഇവിടുന്ന് 5b² = 25c² എന്ന് കിട്ടും. സോ ഈ 5ഉം 25ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5c² എന്ന് കിട്ടും. സോ b² = 5c². ദാറ്റ് മീൻസ് 5 divides b². 5 divides b² ആണെങ്കിൽ നമ്മൾ തിയറം വെച്ചിട്ട് പറയാം 5 divides b. സോ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എക്കും ബിക്കും കോമൺ ഫാക്ടർ ആയിട്ട് 5 ഉണ്ട്. അതായത് 5 divides both a and b. നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത് a and b ആർ കോപ്രൈം. അതായത് 1 മാത്രമേ അതിന് കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ 5 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ എക്കും ബിക്കും കിട്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. സോ നമ്മളുടെ ആൻസർ കോൺട്രഡിക്ട്സ് ദ assumption that we have taken. So we can say therefore √5 is irrational. ഇങ്ങനെയാണ് ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഇറാഷണാലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഡിഷൻ ഓഫ് എ റാഷണൽ ആൻഡ് എൻ ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് എ റാഷണൽ ആൻഡ് എൻ ഇറാഷണൽ നമ്പർ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും പ്രൂഫ് ഓഫ് കോൺട്രഡിക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് assume that 3 + 2 √5 is rational. എന്നിട്ട് അതിനെ റാഷണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക a/b where b not equal to 0. ഇനി ഇതിന് ശേഷം ഇങ്ങനെ എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ
റൂട്ടിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. റൂട്ട് 5നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. സോ ഹിയർ 2 root 5 is equal to a by b minus 3. 2 root 5 is equal to a minus 3b by b. അതായത് LCM കണ്ടുപിടിച്ചതിന് a minus 3b by b എന്ന് എഴുതാൻ പറ്റും. സോ റൂട്ട് 5നെ മാത്രം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാൻ 2നെ താഴെ കൊണ്ടുപോവുക. സോ a minus 3b by 2b എന്ന് കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എയും ബിയും ഇന്റീജേഴ്സ് ആണ്. സോ a minus 3b by 2b is in rational form, that is in the p by q form. സോ ഇവിടെ നമുക്ക് കിട്ടി റൂട്ട് 5 is റാഷണൽ എന്ന്. പക്ഷെ നമുക്കറിയാം റൂട്ട് 5 is ഇറാഷണൽ. നമ്മൾ പഠിച്ചതാണ് റൂട്ട് 5 ഇറാഷണൽ നമ്പർ ആണ്. സോ ഈ ആൻസർ നമ്മളെ അസംഷനെ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ബൈ പ്രൂഫ് ഓഫ് കോൺട്രഡിക്ഷൻ നമുക്ക് പറയാം 3 plus 2 root 5 is irrational because we got the answer root 5 as rational, which is not true. നെക്സ്റ്റ് വരുന്ന തിയറമാണ് let x be a rational number whose decimal expansion terminates, then x can be expressed in the form p by q, where p and q are co-prime and the prime factorization of q is of the form 2 raised to n 5 raised to m, where n, m are non-negative integers. സോ ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് റാഷണൽ നമ്പർ ആണെന്ന്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് എക്സ് ബി എ റാഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ് ദെൻ എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം പി ബൈ ക്യൂ. ഈ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനെ നമ്മൾക്ക് പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാൻ പറ്റും. പിന്നെ പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ എപ്പോഴും 2 raised to n 5 raised to m എന്ന രീതിയിലുള്ള ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ആയിരിക്കും കാണുക. അതായത് ഈ 0.375 എന്ന് പറയുന്ന ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷന്റെ ഡെസിമൽ റിമൂവ് ചെയ്യാൻ വേണ്ടി 10 raised to 3 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടുത്തെ ഡെസിമൽ റിമൂവ് ആയി. ഇനി ഈ ഡെസിമൽ റിമൂവിന് ശേഷം 10 cube എന്ന് ഈ 1000 നമുക്ക് 10 cube എന്ന് എഴുതാൻ പറ്റും. സോ ഹിയർ 10ന്റെ ഫാക്ടേഴ്സ് ആണ് 2ഉം 5ഉം. സോ ഇതിനെ 2 cube into 5 cube എന്നും എഴുതാം. അതിനുശേഷം ഈ 375നെ ഫാക്ടറൈസ് ചെയ്യുക. 375നെ ഫാക്ടറൈസ് ചെയ്തതിനാൽ 3 into 5 cube എന്ന് കിട്ടും. സോ ഈ 5 ക്യൂബും 5 ക്യൂബും ക്യാൻസൽ ചെയ്താൽ 3 by 2 cube എന്ന് കിട്ടി. സോ ഇത് പി ബൈ ക്യൂ എന്ന ഫോമിലാണുള്ളത്. ഈ ക്യൂ അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്ററിന്റെ ഫാക്ടേഴ്സിൽ 2ഉം 5ഉം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എല്ലാ കോമൺ ഫാക്ടേഴ്സും ക്യാൻസൽ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന ഈ ഡിനോമിനേറ്ററിൽ എപ്പോഴും 2 raised to n 5 raised to m എന്ന ഫോമിലായിരിക്കും. where n and m are non-negative integers. non-negative integers എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആണ്. ഇതിന്റെ സെയിം റിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഡിനോമിനേറ്ററിൽ 2 raised to n 5 raised to m എന്നുള്ള ഒരു പി ബൈ ക്യൂ ഫോമിലുള്ള ഒരു റാഷണൽ നമ്പറിനെ നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നത് എപ്പോഴും ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള ഒരു നമ്പറിന്റെ ഡിനോമിനേറ്റർ 2 raised to n 5 raised to m എന്ന രീതിയിലായിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. അതായത് പി ബൈ ക്യൂ ബി എ റാഷണൽ നമ്പർ such that the prime factorization of q is of the form 2 raised to n 5 raised to m, where n and m are non-negative integers, then x has a decimal expansion which terminates. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് റാഷണൽ നമ്പറിന് ഉള്ളതെങ്കിൽ എപ്പോഴും അതിനെ പി ബൈ ക്യൂ എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ ഫാക്ടറൈസേഷനിൽ എപ്പോഴും 2 raised to n 5 raised to m എന്ന രീതിയിലായിരിക്കും. where n and m are whole numbers. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നിന് 0 വന്നു കഴിഞ്ഞാൽ 5ന്റെ മാത്രം ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. m ആ 0 എങ്കിൽ 2ന്റെ മാത്രം ഫാക്ടേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ ബോത്ത് 2 and 5ന്റെ ഫാക്ടേഴ്സിലായിരിക്കും. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനെ പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഡിനോമിനേറ്ററിലെ ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതാണ് ഈ റാഷണൽ നമ്പേഴ്സിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഷണൽ നമ്പേഴ്സിൽ ബോത്ത് ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനും പോസിബിൾ ആണ്. അപ്പൊ ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷന്റെ കാര്യമാണ്. ഇനി നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനിൽ വരുമ്പോൾ എന്താണെന്ന് നോക്കാം. ഡെസിമൽ എക്സ്പാൻഷൻ ദാറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ്. ഇനി ഈ പി ബൈ ക്യൂ ഫോമിലുള്ള നമ്പേഴ്സിന് 2 ടൈപ്പ് ഡെസിമൽ എക്സ്പാൻഷൻസ് ആണുള്ളത്. ഒന്ന് ടെർമിനേറ്റിംഗും മറ്റൊന്ന് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. സോ ഈ 1/7 എന്ന് പറയുന്ന റാഷണൽ നമ്പറിനെ നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അതായത് ഡെസിമലിന് ശേഷമുള്ള ഈ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യും. 0.142857
1, 4, 2, 8, 5, 7 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് തരുന്ന റാഷണൽ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഓഫ് ദ ഫോം 2n, 5m. ഇതാണ് ഈ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് ലെറ്റ് x is equal to p by q be a rational number such that the prime factorization of q is not of the form 2n, 5m, where n, m are non-negative integers, then x has a decimal expansion which is non-terminating and repeating. ഈ p by q ഫോമിൽ നിന്നുള്ള റാഷണൽ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2n, 5m എന്ന രീതിയിലുള്ള ഫാക്ടറൈസേഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാം ദിസ് റാഷണൽ നമ്പർ ഹാസ് എ non-terminating and repeating decimal expansion. So rational numbers terminating decimal expansion ആണെങ്കിൽ p by q ഫോമില് qന്റെ ഫാക്ടറൈസേഷനിൽ 2n, 5m എന്ന രീതിയിലായിരിക്കും ഫാക്ടേഴ്സ് ഉണ്ടാവുക, where n and m are whole numbers. അതായത് ചില സമയത്ത് 2 മാത്രമായിരിക്കും ഫാക്ടേഴ്സ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 5 മാത്രമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സും ഉണ്ടാവും. സോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഈ 2 ഡെസിമൽ എക്സ്പാൻഷൻസ് ആണ് റാഷണൽ നമ്പേഴ്സിനുള്ളത്. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ p by q എന്ന റാഷണൽ നമ്പറിന്റെ ക്യൂവിന്റെ ഫാക്ടറൈസേഷനിൽ 2n, 5m എന്ന രീതിയിലാവില്ല. സോ ഇതാണ് ബേസിക്കലി റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷനെ പറ്റി. സോ ലാസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പഠിച്ച തിയറംസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വിത്തൌട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് വിൽ ഹാവ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പൊ ഇതൊക്കെ p by q ഫോമിൽ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതിൽ തന്നെ മനസ്സിലാക്കാം ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ റാഷണൽ നമ്പേഴ്സിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനും ഉണ്ടാവാം, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനും ആവാം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്ട് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് ആണോ തരിക എന്ന്. സോ ഹിയർ എന്താ നമ്മൾ ചെയ്യേണ്ടത്? p by q ഫോമിൽ എഴുതിയ സമയത്തുള്ള ക്യൂവിന്റെ ഡിനോമിനേറ്റേഴ്സ് 2m, 5n എന്ന രീതിയിലാണോ എന്ന് നോക്കുക. 2m, 5n എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കുമെന്ന്. If it is not of the form 2n, 5m, അങ്ങനെയാണെങ്കിൽ the decimal expansion will be non-terminating and repeating. So ഇത് ചെയ്യുന്ന സമയത്ത് പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം. അതായത് 13നെയും ഫാക്ടറൈസ് ചെയ്യണം, 3125നെയും ഫാക്ടറൈസ് ചെയ്യണം. എന്നിട്ട് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കോപ്രൈം ആവുന്ന രീതിയിൽ എഴുതണം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ ജസ്റ്റ് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. 15 by 1600. 15 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 15, 3 and 5. സോ ഈ p by q എന്ന് പറയുന്ന റാഷണൽ നമ്പറിനെ നമുക്ക് 3 into 5 divided by 1600നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2⁶ into 5 square എന്ന് കിട്ടും. സോ ഈ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ ആദ്യം ക്യാൻസൽ ചെയ്യുക. സോ ഈ 5 ക്യാൻസൽ ആയി. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2⁶ into 5 എന്ന രീതിയിലാണ് ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഉള്ളത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ദ ഡിനോമിനേറ്റർ ഇസ് ഓഫ് ദ ഫോം 2n, 5m, ഈ റാഷണൽ നമ്പർ തരുന്നത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇനി ഈ കേസ് നോക്കിയാൽ നമുക്കറിയാം 23 is a prime number. സോ 23യും 1ഉം മാത്രമാണ് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ്. സോ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. ഡിനോമിനേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 2m, 5n. സോ യു ക്യാൻ ദിസ് ഹാസ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. ഈ 7th one. സോ 7th one 129 by 2⁻², 5⁻7 into 7⁻5 എന്നാണ്. സോ 129നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 129, 2 will not go, 3, 4, 3. So 43 prime number ആണ്. 43 into 3 by 2⁻² into 5⁻7 into 7⁻5. ഇവിടെ 7⁻5 എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറും കൂടി 2m, 5n കൂടെ ഉള്ളത് കൊണ്ട് we can say this has non-terminating and repeating decimal expansion. സോ ഇങ്ങനെ എല്ലാ നമ്പേഴ്സിന്റെയും
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് അതിന്റെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് ഡിനോമിനേറ്ററിൽ 2m 5n എന്ന രീതിയിലാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഇനി 2m 5n എന്ന രീതിയിലല്ല കിട്ടുന്നെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചാപ്റ്ററിൽ നിന്ന് വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് വിൽ ദ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്. അതായത് ഇങ്ങനെയുള്ള ഒരു റാഷണൽ നമ്പർ തന്നിട്ട് എത്ര ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടാണ് ഈ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഈ റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഡെസിമൽ പ്ലേസസിന് ശേഷമാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനും സെയിം മെത്തേഡ് ആണ്. പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3 into 5 and 2 raised to 6 into 5 square. കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് എന്തായാലും ഡിനോമിനേറ്ററിൽ 2m 5n എന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോ ഇവിടെയുള്ള ഹയസ്റ്റ് പവർ എന്താണോ, ഇവിടെ താഴെ വരുന്ന ഹയസ്റ്റ് പവർ എത്രയാണോ അത്രയും ഡെസിമൽ പ്ലേസസിന് ശേഷമായിരിക്കും ഈ റാഷണൽ നമ്പർ ടെർമിനേറ്റ് ചെയ്യുക. സോ ആഫ്റ്റർ 6 ഡെസിമൽ പ്ലേസസ്. ഇനി ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് എക്സ്പൊണന്റ്. സോ ആഫ്റ്റർ 4 ഡെസിമൽ പ്ലേസസ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ഡിനോമിനേറ്ററിലുള്ള ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ ആയിരിക്കും അതിന്റെ ഡെസിമൽ പ്ലേസസ്, after which the decimal expansion terminates. So last question is, the following real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p by q, what can you say about the prime factors of q? So ഈ ഡെസിമൽ എക്സ്പാൻഷൻസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റണം ഇത് റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ എന്ന്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ തരുന്നത് റാഷണൽ നമ്പേഴ്സ് മാത്രമാണ്. സോ യു ക്യാൻ സേ ദിസ് ഇസ് റാഷണൽ നമ്പർ. സോ റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം അതിന് p by q എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യൂവിന്റെ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം 2 raised to n 5 raised to m where n and m are whole numbers. നെക്സ്റ്റ് ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡെസിമലിന് ശേഷം ഈ ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ടെർമിനേറ്റ് ചെയ്യുന്നില്ല എന്ന്. സോ ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. ഇനി ഈ ഡെസിമലിന് ശേഷമുള്ള നമ്പേഴ്സ് റിപ്പീറ്റിംഗും അല്ല. സോ ദിസ് ഇസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻ തരുന്നത് ഇറാഷണൽ നമ്പേഴ്സ് മാത്രമാണ്. ഈ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടാൽ അറിയാം ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് തരിക. റാഷണൽ നമ്പേഴ്സിന് മാത്രമാണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് ഉണ്ടാവുക. സോ ഹിയർ ഇത് റാഷണൽ നമ്പർ ആണ്. ഇതിനെ p by q ഫോമിൽ എന്ന് എഴുതാൻ പറ്റും. വിൽ നോട്ട് ബി ഓഫ് ദ ഫോം 2 raised to n 5 raised to m. ഇതാണ് ആ തിയറത്തിൽ നമ്മൾ പഠിച്ചത്. അതായത് ഈ ക്യൂവിന്റെ 2 raised to n 5 raised to m ആണെങ്കിൽ അതിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. 2 raised to n 5 raised to m എന്ന രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അതിന് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. റിയൽ നമ്പേഴ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.